നമ്മുടെ എല്ലാ കീം ആസ്പിറൻസിനുമായിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. പതിവ് പോലെ തന്നെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കീമിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ നെയിം, നിങ്ങളുടെ സിഗ്നേച്ചർ, ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ തിരുത്താനുള്ള സമയമാണ്. ഇനിയൊരു ചാൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ ഒരു മാറ്റം നിങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ, ഒരുപാട് കുട്ടികളുടെ കമൻസ് ഉണ്ടായിരുന്നു നമ്മളെ വീഡിയോസിൻ്റെ അടിയിൽ. മാം ഞാൻ അത് ചെയ്തു, മാം ഞാൻ ഇത് ചെയ്തു, പ്രശ്നമാവോ, അതാവോ, അത് റിജക്റ്റ് ആവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് നമ്മളെ വീഡിയോസിൻ്റെ താഴെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഉള്ളൊരു ആൻസറാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. എല്ലാവരും പെട്ടെന്ന് പോവാ, കുറച്ച് സമയം നമുക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ പ്രൊഫൈൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഗുരുതരാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അവസാനം പറയുന്നുണ്ട്, ആ ഒരു സർക്യുലറിൽ എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നൊരു കാര്യമായിരുന്നു അത്. പക്ഷേ അതിൽ പിന്നെയും മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എങ്കിലും നിങ്ങൾ ഫുൾ കണ്ടിട്ട് നിങ്ങൾ മിസ്റ്റേക്സ് ഒന്നും വരുത്താതിരിക്കുക. കാരണം നമ്മുടെ ഒരു ആഗ്രഹമാണ് നല്ലൊരു കോളേജിൽ പഠിക്കുക എന്നുള്ളത്, അല്ലേ? അത് നമ്മൾ എന്താ പറയുക, ഒരു ശ്രദ്ധക്കുറവുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് കിട്ടാതിരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫുൾ കണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ സീന് സൈറ്റിൽ കയറുക. സൈറ്റിൽ കയറുമ്പം KEAM 2023 കാൻഡിഡേറ്റ് പോർട്ടൽ നിങ്ങൾക്ക് കാണാം. കാൻഡിഡേറ്റ് പോർട്ടൽ ഇവിടെ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ഇതിലേക്കാണ് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും ഒക്കെ അടിച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ മുന്നേ ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം എന്താ, എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നോട്ടിഫിക്കേഷൻസ് ആൻഡ് ഗവൺമെൻറ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇവിടെയാണ് ഇന്നലെ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 24/4/2023 ഇന്നലെ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇത്. എന്താണ് പുതിയ സർക്കുലറിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം കേൾക്കുക. ഓക്കെ, യെസ്. അപ്പോൾ എന്താ പറഞ്ഞത്? കാൻഡിഡേറ്റ്സിന് അവരുടെ ഫോട്ടോ, സിഗ്നേച്ചർ, നെയിം, ക്ലാസ് 10th സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചർ, നെയിം ആൻഡ് ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് തിരുത്താനുള്ള ടൈം ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, KEAM 2023 നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് മെനു കാണാൻ പറ്റും. ഓക്കെ, യെസ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിത് മെയ് 2 3 മണിക്ക് മുന്നേ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യണം. മെയ് 2 3 മണിക്ക് മുന്നേ. ഇനി 25th ആയി. ഇനി നമുക്ക് ഒരാഴ്ചയാണ് സമയമുള്ളത്. ഒരാഴ്ചയിൽ തന്നെ നമുക്ക് എന്തുണ്ട്, മെയ് 1 എന്ന് പറയുന്നത് മൺഡേ ആണ്. എന്താ പറയുക, April 30th സൺഡേ ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പുറത്തൊക്കെ പോയി ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. വെറുതെ നമ്മളിങ്ങനെ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി വെക്കരുത്. ഞാൻ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ മെയ് 2 3 മണിക്ക് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അവിടെ പോവുക, എന്നിട്ട് നിങ്ങളുടെ മെനു നോക്കുക. ഓക്കെ, പ്രൊഫൈലിൽ നിങ്ങൾ കയറിയിട്ട് സൈഡിൽ നിങ്ങൾക്ക് മെനു എന്ന് കാണാൻ പറ്റും. ആ മെനു ഐറ്റത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മെമ്മോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ കാണാം. എന്താണ്? മെമ്മോ ഡീറ്റെയിൽസ്. ഓക്കെ, മെമ്മോ ഡീറ്റെയിൽസ് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്തുണ്ടായിരിക്കും, നിങ്ങളുടെ ഡിഫക്ട്സ് എന്തിലൊക്കെയാണുള്ളത് എന്നുള്ള കാര്യം അവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ നെയിം, ഫോട്ടോ, സിഗ്നേച്ചർ, എന്താ പറയുക, 10 സർട്ടിഫിക്കറ്റ്, ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ മെയ് 2 3 മണിക്ക് മുന്നേ നിങ്ങളത് റെക്ടിഫൈ ചെയ്തിട്ട് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ ആണോ? യെസ്. ഇനിയിപ്പോൾ വേറെ കുട്ടിക്ക് ഡൗട്ട് ഉണ്ടാവും, മാം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ മാറ്റമുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അതിനുള്ള സമയം ആയിട്ടില്ല, ഇപ്പോൾ അത് വന്നിട്ടില്ല. ഇത് വരും ദിവസങ്ങളിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനും വരും എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് അത്. Yes, details regarding the documents uploaded by the candidates to prove nativity, various reservations will be made available. യെസ്, ഇൻ ദ കാൻഡിഡേറ്റ് പോർട്ടൽ ഫോർ വെരിഫിക്കേഷൻ ആഫ്റ്റർ സ്ക്രൂട്ടിനി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിൻ്റെ ഡിക്ലറേഷനും കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് നമ്മൾ ന്യൂസുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ,
യെസ്, അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ആൻഡ് ഇതാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുള്ളത്. എന്താണ് പറഞ്ഞത്, നമ്മുടെ ഇങ്ങനെ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരം അവർ തന്നു കഴിഞ്ഞു. ആൻഡ് എക്സാമിന് കുറച്ച് ദിവസം മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്സും നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. അഡ്മിറ്റ് കാർഡ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് എക്സാമിനേഷൻ വിൽ നോട്ട് ബി ഇഷ്യൂഡ് ടു ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് നോട്ട് റെക്ടിഫൈഡ് ദ ഡിഫക്ട്സ് ഇൻ ദെയർ ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ്. ഈ ഒരു സാഹചര്യം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് അഡ്മിഷൻ കാർഡ് കിട്ടില്ല, അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടില്ല, എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇപ്പം കണ്ടീഷനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു തെറ്റ് നിങ്ങളിപ്പോൾ തിരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയില്ല, നിങ്ങൾ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടില്ല. ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. പേഴ്സണലി എനിക്കറിയുന്ന കുട്ടികളുണ്ട്. എന്താ പറയുക, ഇങ്ങനെ മാറ്റേണ്ട സമയത്ത് മാറ്റാതെ, മാർക്സ് അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് അപ്ലോഡ് ചെയ്യാതെ, എന്താ പറയുക, സീറ്റ് കിട്ടാതായ കുട്ടികൾ കുറേ പേരുണ്ട്. എക്സാം പോലും എഴുതാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വീണ്ടും ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ കാണണം. നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് കഴിയില്ല. ഓക്കെ, യെസ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സർക്കുലറിൽ ഇവർ പറയുന്നത്. ഇനിയിപ്പോൾ നേറ്റിവിറ്റിൻ്റെയും മറ്റ് റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സൈറ്റിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ന്യൂസ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് വന്ന് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വേഗം പോയി നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് നോക്കുക, എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ അവിടെ ഒന്ന് നോക്കി നോക്കുക, നിങ്ങളുടെ പേരും ഫോട്ടോയും സിഗ്നേച്ചറിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ട് അത് മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, യെസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.